കൊച്ചി നഗരമധ്യത്തിലെ റീഗൽ ഫ്ളാറ്റ് നിർമ്മാണം അനധികൃതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിട സമുച്ചയം പൊളിക്കാൻ ഉത്തരവിട്ടുവെങ്കിലും നിർമ്മാണത്തിന് ഒത്താശ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെതിരെയും ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത വഴിയുണ്ടെന്ന് കാണിച്ച് കൊച്ചി നഗരമധ്യത്തിൽ 10 നില കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ റീഗൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് ഒത്താശ നൽകിയത് GCDAയും കൊച്ചി കോർപ്പറേഷനും സബ് രജിസ്ട്രാർ ഓഫീസുമാണ്. റിപ്പോർട്ടർ ഫോളോ. റീഗൽ ഫ്ളാറ്റ് സമുച്ചയം പണിയാൻ കൊച്ചിൻ കോർപ്പറേഷൻ നൽകിയ അനധികൃത കെട്ടിടാനുമതി, ഇല്ലാത്ത സ്കെച്ച് ഉണ്ടെന്ന് വരച്ചു നൽകിയ GCDA, അതിരുകൾ പോലും നോക്കാതെ വില കുറച്ച് കാണിച്ചുള്ള മരട് സബ് രജിസ്ട്രാർ ഓഫീസിലെ രജിസ്ട്രേഷൻ, ഒന്നിലും ആർക്കെതിരെയും ഒരു നടപടിയും ഇതുവരെയില്ല. 2003 മുതൽ 2005 വരെയുള്ള കാലയളവിലാണ് കൊച്ചിയിലെ റീഗൽ ഫ്ളാറ്റ് കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകിയത്. വൻകിട കെട്ടിടം പണിയാനുള്ള അനുമതിക്കായി തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷ കിട്ടിയാൽ ആദ്യം ചെയ്യുക ബന്ധപ്പെട്ട ഭൂമിയുടെ ആധാരം പരിശോധിക്കലാണ്. പിന്നാലെ എഞ്ചിനീയർ, ഓവർസിയർ, ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്നിവരെല്ലാം സ്ഥലം സന്ദർശിച്ച് അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ 7 മീറ്റർ വഴിയില്ല എന്ന് ഏതൊരാൾക്കും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നിരിക്കെയാണ് അനുമതി നൽകിയത്. ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം അപേക്ഷയിൽ കാണിച്ച റോഡില്ലെന്ന് കണ്ടെത്തിയതോടെ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട് കൊച്ചി കോർപ്പറേഷൻ കൈകഴുകി. അനുമതി കൊടുക്കാൻ കൂട്ടുനിന്ന ഒരാൾക്കെതിരെ പോലും ഇത്രയും നാളായിട്ടും ഒരു നടപടിയുമില്ല. ചെയ്ത തെറ്റ് കണ്ടെത്തിയപ്പോൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിടുകയെങ്കിലും ചെയ്തു കൊച്ചി കോർപ്പറേഷൻ. എന്നാൽ ഇല്ലാത്ത റോഡ് ഉണ്ടെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാൻ കെട്ടിട നിർമ്മാതാക്കളെ വഴിവിട്ട് സഹായിച്ചത് GCDA ആണ്. ഇപ്പോഴും ഒരവകാശവുമില്ലാത്ത ഭൂമിയിൽ വ്യാജ സ്കെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് GCDA. ഇത് ചെയ്ത ഉദ്യോഗസ്ഥരടക്കം ആർക്കെതിരെയും ഒരു നടപടിയുമില്ല. മാത്രമല്ല, ഫ്ളാറ്റിലേക്ക് ഇപ്പോഴുള്ള 5 മീറ്റർ വീതിയിലുള്ള ഇൻ്റർലോക്ക് പാകിയ റോഡ് GCDAയുടെ ഭൂമിയിലെ കയ്യേറ്റമാണെന്നറിഞ്ഞിട്ടും പൊളിച്ചു കളയാൻ ഒരു നടപടിയുമില്ല. ഫ്ളാറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത 1658/2003 എന്ന ആധാരത്തിൽ വടക്ക് ഭാഗത്ത് ഇല്ലാത്ത 7 മീറ്റർ റോഡാണെന്ന് മരട് സബ് രജിസ്ട്രാർ മുൻ ആധാരങ്ങൾ ഒന്നും നോക്കാതെ എഴുതി കൊടുത്തു. ലക്ഷങ്ങൾ വിലയുള്ള കണ്ണായ ഭൂമി സെന്റിന് വെറും 35,000 രൂപയ്ക്ക് വില കുറച്ച് രജിസ്റ്റർ ചെയ്ത് ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പിന് കൂട്ടുനിന്ന സബ് രജിസ്ട്രാർ ഓഫീസിലെ ഒരാൾക്കെതിരെയും ഒരു നടപടിയുമില്ല. അങ്ങനെ റോഡ് ഇല്ലെന്ന് രേഖകൾ പരിശോധിച്ചാൽ എളുപ്പം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നിരിക്കെ പാലാരിവട്ടം SHOയും SIയും അനധികൃത നീക്കത്തിന് പരസ്യമായി കൂട്ടുനിന്നിട്ടും ഒരു നടപടിയും ഇന്നേ വരെയില്ല. വൻകിട അനധികൃത കെട്ടിടങ്ങൾ പണിയുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ എന്നും സുരക്ഷിതരായിരിക്കുന്നതാണ് ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം. റീഗൽ ഫ്ളാറ്റ് വിഷയത്തിലെങ്കിലും ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. TV പ്രസാദ് ഒപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഇതുവരെയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ GCDAയോ കോർപ്പറേഷൻ അധികൃതരോ രജിസ്ട്രാർ ഓഫീസിലോ ആരും തന്നെ തയ്യാറാകുന്നില്ല. ഇല്ലാത്ത വഴിയുണ്ടെന്ന് കാണിച്ച് ഫ്ളാറ്റ് നിർമ്മാണം നടത്തുക, അതിന് അനുമതി കൊടുക്കുക, ഒടുവിൽ അത് പിടിക്കുമ്പോൾ കെട്ടിടം പൊളിച്ചു കളയാൻ പറഞ്ഞ് കോർപ്പറേഷൻ തള്ളിതപ്പുക. ഇതാണോ സംഭവിക്കുന്നത് ഈ വിഷയത്തിൽ? അതുതന്നെയാണ് അരുൺ ഉണ്ടാകുന്നത്. കാരണം ഇങ്ങനെ ഒരു പരാതിക്കാരൻ വളരെ ശക്തമായി ഇതിൽ നിന്നതുകൊണ്ട് മാത്രമാണ് പൊളിക്കാനുള്ള ഉത്തരവ് കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തന്നെ. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടത് ഇങ്ങനെ ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കാൻ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയുമില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും. കൊച്ചി നഗരത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ നിരവധി വൻകിട കെട്ടിടങ്ങളാണ് ഇതുപോലെ ഒരു മാനദണ്ഡവും പാലിക്കാതെ കെട്ടിപ്പൊക്കുന്നത് എന്നിടത്താണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. ഇവരെല്ലാം സുരക്ഷിതരായി ഇരിക്കുന്നതും കൂടുതൽ നിയമലംഘനങ്ങൾ തുടരാനുള്ള ധൈര്യമാണ് ഇത്തരക്കാർക്കുണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ റീഗൽ ഫ്ളാറ്റിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ 7 മീറ്റർ ഇല്ലാത്ത റോഡ് ഉണ്ടെന്ന് കാണിച്ചാണ് അനുമതി നേടിയത് എന്ന് ഏറ്റവും ഒടുവിൽ കൊച്ചി കോർപ്പറേഷൻ തന്നെ കണ്ടെത്തുകയും അങ്ങനെ പൊളിച്ചു നീക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ തുടക്കം മുതൽ തന്നെ ഈ സൈറ്റ് പരിശോധിച്ച് ഇങ്ങനെയൊരു റോഡുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട എഞ്ചിനീയർമാരും ഓവർസിയർമാരും ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും എല്ലാവരും ഒരു നടപടിയുമില്ലാതെയാണ് പലരും സർവീസിൽ നിന്ന് പെൻഷനായി പോയതും ഇപ്പോഴും ജോലി ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ GCDA ഇപ്പോഴും തുടരുന്ന
വലിയ നിയമലംഘനമുണ്ട്. അതായത് ഇല്ലാത്ത വഴി ഉണ്ടെന്നുള്ള സ്കെച്ച് ഇപ്പോഴും കൊടുക്കുകയാണ് GCDAയിൽ നിന്ന്. അരുൺ, അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ ഫ്ലാറ്റ് നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ GCDAക്ക് 1 സെന്റ് പോലും ഭൂമിയില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ വലിയ ക്രമക്കേട് ഉയരുന്നത്. ഇല്ലാത്ത ഒരധികാരവും ഇല്ലാത്ത ഭൂമിയിൽ അവിടെ 7 മീറ്റർ റോഡുണ്ടെന്ന് കാണിച്ച് സുമിതാ നന്ദനും അതുപോലെ തന്നെ ഫ്ലാറ്റ് ഉടമകൾക്കും സ്കെച്ച് യഥേഷ്ടം വരച്ചു നൽകുകയാണ് GCDA. സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ അതിർത്തിയിൽ 7 മീറ്റർ റോഡ് ഉണ്ട് എന്ന് എഴുതി കൊടുക്കുകയാണ് ആധാരത്തിൽ, മുൻ ആധാരങ്ങളൊന്നും പരിശോധിക്കാതെ. മാത്രമല്ല, കൊച്ചിയുടെ കണ്ണായ സ്ഥലത്ത് 35,000 രൂപയ്ക്ക് 1 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് സബ് രജിസ്ട്രാർ ഓഫീസർക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ ഓഫീസിലെ മറ്റുള്ളവരുടെ ഏത് തരത്തിലുള്ള ഇടപെടലാണ് എന്നതിലൊന്നും ഒരു പരിശോധനയുമില്ല. മാത്രമല്ല, അനധികൃതമായ റോഡാണെന്നറിഞ്ഞിട്ടും ആ റോഡ് അനധികൃതമായി നിർമ്മിക്കാൻ സുമിതാ നന്ദന് വേണ്ടിയും അതുപോലെ ഫ്ലാറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടിയും കൂട്ടുനിൽക്കുകയാണ് പാലാരിവട്ടം SHOയും അവിടുത്തെ SIയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും. ഇവർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. TV പ്രസാദ് ആണ് നമുക്കൊപ്പം ചേർന്നത്. TV പ്രസാദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് സ്റ്റോറി ആയിരുന്നു. റീഗൽ ഫ്ലാറ്റ് നിർമ്മാണം നടത്തിയത് ഇല്ലാത്ത വഴി ഉണ്ടെന്ന് ഡോക്യുമെന്റുകളിൽ കാണിച്ചാണ്. ഇതിന് കൂട്ടുനിന്നതാവട്ടെ GCDAയിലെ ഉദ്യോഗസ്ഥർ, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരൊപ്പം രജിസ്റ്റർ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഇതിനോടൊപ്പം കൂട്ടുനിന്നു. പക്ഷേ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് TV പ്രസാദ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.